കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഗതാഗത മന്ത്രി പറഞ്ഞ വാക്കുകളാണിവ. അതിൽ അടിവരയിട്ട് പറയുന്നു ബസ് നിരക്ക് കൂട്ടുമെന്ന്. 30-ന് ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്ന്. സർക്കാർ ബസ് ഉടമകൾക്കൊപ്പമാണെന്ന്. എന്നിട്ടും നിങ്ങൾ സമരം തുടർന്നു. ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി സമരം തീർത്തു. മന്ത്രി ആന്റണി രാജു പറഞ്ഞതിലും അധികമായി നിങ്ങൾക്ക് കിട്ടിയ ഉറപ്പുകൾ എന്താണ് ശ്രീ ടി ഗോപിനാഥൻ? ഞങ്ങള് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുമ്പില് ഒക്ടോബർ 23 ഡീസലിന് 96 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, COVID-19 കാലഘട്ടത്തിൽ ഞങ്ങളുടെ വാഹന നികുതി ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു സമര നോട്ടീസ് കൊടുത്തിരുന്നു. സമരം നവംബർ 9-നായിരുന്നു. നവംബർ 9-ന് പ്രഖ്യാപിച്ച സമരത്തിന്റെ തലേ ദിവസം നവംബർ 8 അർദ്ധരാത്രി കോട്ടയത്തേക്ക് വന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ 10 ദിവസത്തിനകം ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. 10 ദിവസത്തിനകം ബസ് ചാർജ് വർധന ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ മന്ത്രി 10 ദിവസം കഴിഞ്ഞ് കണ്ടപ്പോ ഇടതുപക്ഷ മുന്നണി ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇനി ചില നടപടിക്രമങ്ങൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അന്നത്തെ വാക്കിനനുസരിച്ച് സമരം മാറ്റിവെച്ച് വീണ്ടും മന്ത്രിയെ കാണുമ്പോൾ മന്ത്രി ആദ്യം പറഞ്ഞ കാര്യം ഈ LDF തീരുമാനിച്ചു, പിന്നെ പറഞ്ഞു ശബരിമല കഴിയട്ടെ, പിന്നെ അദ്ദേഹം പറഞ്ഞു രാമേന്ദ്രൻ കമ്മീഷനുമായിട്ട് ആശയവിനിമയം നടത്തിട്ട്, പിന്നെ അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, വിദ്യാർത്ഥികളോട് ചർച്ച ചെയ്യണം. ഇതെല്ലാം ഞങ്ങൾ കേട്ടു. ഇതെല്ലാം കേട്ട് വീണ്ടും കണ്ടപ്പോൾ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ നടപടികളും പൂർത്തിയായി, ഇനി യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് പണി മാത്രമേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി വിദേശത്താണ്, അദ്ദേഹം പോയി വന്നാൽ ഉടനെ ഞാനത് വർദ്ധിപ്പിച്ചു തരാം എന്നാണ് ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ അതിലും വിശ്വസിച്ചു. മുഖ്യമന്ത്രി വിദേശത്ത് പോയി വന്നിട്ടും ഞങ്ങൾ പലതവണ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. ഈ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇതിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഇത് എന്ന് ശരിയാക്കി തരും എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല. ഞങ്ങൾ 15/3/2022 അദ്ദേഹത്തിന് സമര നോട്ടീസ് കൊടുത്തു. സാർ, ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഡീസലിന് വീണ്ടും വില വർദ്ധിച്ചു കൊണ്ടുവരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഓടിക്കാൻ അങ്ങ് ഞങ്ങളുടെ വാഹന നികുതി ഒഴിവാക്കി തരുന്നില്ല, ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട മുഴുവൻ പടങ്ങളും അടയ്ക്കേണ്ടി വരുന്നു, ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ വരുന്ന 31 ഈ ക്വാർട്ടറിൻ്റെ 30,000 വാഹന നികുതി ഞങ്ങൾ അടയ്ക്കണം. ഏപ്രിൽ 1 മുതൽ വാഹനം ഓടിക്കണമെങ്കിൽ ഞങ്ങൾ 30,000 രൂപ വീണ്ടും ഓരോ ബസ് ഉടമയും അടയ്ക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 24 മുതൽ നിർത്തുകയാണ് സാർ. അതിന് മുമ്പായിട്ട് അങ്ങയുടെ ഭാഗത്തൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ നോട്ടീസ് കൊടുത്ത മന്ത്രി ഇത് മേടിച്ച് ഞങ്ങളുടെ നിന്ന് വെക്കുകയല്ലാതെ ഞങ്ങളോട് മന്ത്രി പറഞ്ഞിട്ടില്ല 30 ഇടതുപക്ഷ മുന്നണി യോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഇത് ഉടനടി പ്രഖ്യാപിക്കും എന്ന് 15 വരെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ മന്ത്രിയോട് മത്സരിക്കാനൊന്നുമല്ല, ഞങ്ങൾ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മറ്റൊരു മാർഗവുമില്ലാതെ ഇതിന് ഡീസൽ അടിക്കാനും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് റോഡിലൂടെ ഓടുന്നൊരു വാഹനമാണ്. ഇതിന് കൃത്യസമയങ്ങളിൽ ഇതിൻ്റെ ടയർ മാറ്റിയിടാനും ഇതിന് അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഇറക്കാനുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് ഇൻഷുറൻസ് അടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്യണം. ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല സാർ, അതുകൊണ്ട് ഞങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത സന്ദർഭത്തിൽ ഒന്നും തന്നെ അദ്ദേഹം ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾ കാണിച്ച ക്ലിപ്പിങ്ങുകളൊക്കെ ഞാൻ കണ്ടു. 24/3 ഞങ്ങളുടെ സമരം തുടങ്ങിയതിന് ശേഷമാണ് 30 ക്യാബിനറ്റ് 30 LDF യോഗമുണ്ട് എന്ന വിവരം പോലും ഞങ്ങളറിയാം. സമരത്തിന്റെ തലേന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ കാര്യങ്ങളൊക്കെയും. അതിന്റെ ആവർത്തനങ്ങളാണ് പിന്നീട് ഓരോ ദിവസവും നമ്മൾ കേട്ടത്. ഇന്ന് അദ്ദേഹം പറയുന്നു പുതിയതായി ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ തൃപ്തരായി വരുന്നു, സമരം അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുട്ടിടിച്ചതാണോ? അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞു. അതായത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ എൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, ഞങ്ങൾ മനസ്സിലാക്കിയതാണത്. എൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു വാക്ക് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ
ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞ് ഓടിപ്പോയൊന്നുമല്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസ് വൈകിട്ട് 7 മണിക്കാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഇന്ന് രാവിലെ 9:30 മണിക്ക് മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ പ്രശ്നങ്ങളും ഈ മുഖ്യമന്ത്രിക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ, അദ്ദേഹം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആൾ എന്ന നിലയിൽ ഞങ്ങൾ പരിമിതമായ സമയം കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം സശ്രദ്ധം കേൾക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഈ ഗവൺമെന്റിന് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ വിഷമിക്കുന്ന പോലെ തന്നെ നാട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെ വിഷമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിഷമം ഒഴിവാക്കണം. നിങ്ങളുടെ വിഷമം ഒഴിവാക്കി തരാനുള്ള നടപടി സർക്കാരിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്തു തരാമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടില്ല. പരിമിതികൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് പരമാവധി ചെയ്തു തരാമെന്നേ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. ഏകദേശം ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗതാഗത മന്ത്രിയും പറയുന്നത്. അല്ല സാർ, അല്ല, അങ്ങനെയല്ല. ഗതാഗത മന്ത്രി പറയുന്നത് എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ. ഞങ്ങളോട് അദ്ദേഹമാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ. ഞങ്ങൾ നികുതി ഒഴിവാക്കേണ്ട കാര്യത്തിൽ വേണ്ടി ഗതാഗത മന്ത്രിയോട് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണൂ. സാർ അങ്ങനെ പറഞ്ഞു. സാർ, ഞങ്ങളുടെ മന്ത്രി അങ്ങല്ലേ, ഞങ്ങൾ എന്തിനാ മുഖ്യമന്ത്രിയെ കാണുന്നത്? അങ്ങൊന്ന് ഞങ്ങളുടെ കാര്യം ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓരോ തവണയും ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ ഉൾക്കൊണ്ടു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ഒരു പ്രശ്നം ഗതാഗത മന്ത്രിക്ക് ഒരു പ്രശ്നമില്ല. ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം അദ്ദേഹം അത് മുഖ്യമന്ത്രിയെ കൂടി കൺവിൻസ് ചെയ്യണമെന്ന് പറഞ്ഞതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗതാഗത മന്ത്രിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞ് പരിപൂർണമായും ശരിയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനൊരു ഗുണം കിട്ടുന്നത് 4.5 മാസക്കാലമായി 96 രൂപ ലിറ്ററിന് ഡീസലിനാണ് ഇന്ന് വില. ഇത് 62 രൂപ വിലയുള്ളപ്പോൾ നിശ്ചയിച്ച മിനിമം ചാർജ് 8 രൂപയ്ക്ക് തന്നെയാണ് ഈ 96 രൂപ ഡീസലിന് വിലയുള്ളപ്പോഴും ഞങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഗതാഗത മന്ത്രിക്ക് നല്ലോണം അറിയാം. KSRTCക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കല്ലേ. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തുന്ന ഒരു കാര്യം ഈ ബഡ്ജറ്റായിരുന്നു. നിങ്ങൾക്കറിയോ, ഈ ബഡ്ജറ്റിൽ ഈ സ്വകാര്യ ബസ് ഉടമകൾ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും 1 രൂപയും 5 രൂപയും 10 രൂപയും പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ 40% തുക സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടയ്ക്കുക. ഞങ്ങൾ ഒരു ദിവസം അടിക്കുന്ന ഡീസലിന് ഇന്ന് സെയിൽ ടാക്സ് മാത്രമായി 1500 മുതൽ 2000 രൂപ വരെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൊടുക്കുന്നവരാ. 400 രൂപ ഞങ്ങൾ വാഹന നികുതി അടയ്ക്കുന്നവരാ. ഞങ്ങൾ ടയർ മേടിക്കുമ്പോഴും, ഞങ്ങൾ സ്പെയർ പാർട്സ് മേടിക്കുമ്പോഴും, ഓയിൽ മേടിക്കുമ്പോഴും, ചേസസ് മേടിക്കുമ്പോഴും, ബോഡി നിർമ്മിക്കുമ്പോഴും എല്ലാം ഞങ്ങൾ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നവരാ. അപ്പം ഞങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട മുഴുവൻ ബാധ്യതകളും ഞങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഞങ്ങൾക്ക് സർക്കാർ തരേണ്ട ഓരോ ആനുകൂല്യങ്ങളും തരില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇത് സമരമായിട്ട് നിങ്ങൾ കണക്കുകൊണ്ടത് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങൾക്ക് തൊഴിലാളികളെ കിട്ടുന്നില്ല, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. വൈകുന്നേരം വരെ ഓടിയ തൊഴിലാളിക്ക് അവന് ഡീസലിൽ പമ്പിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് എടുക്കാൻ നയാ പൈസ ബാക്കിയില്ല. തൊഴിലാളികൾ വരുന്നില്ല. ഈ സാധനം നിന്ന് നശിച്ചു പോവാണ്. നിങ്ങളത് പരിശോധിക്കണം. 12,600 സ്വകാര്യ ബസ്സുകളെ ഈ സംസ്ഥാനത്ത് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ 6,000 ബസ്സുകളും സമരത്തിലാണ്. നേരത്തെ തന്നെ സമരത്തിലാണ്. 6,500 ബസ്സുകളാണ് ഓടുന്നത്. അപ്പോൾ ഇത് വീണ്ടും കിടന്ന് ഓരോ വഴിയോരങ്ങളിലും തെരുയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും പറമ്പുകളിലും കിടന്ന് നശിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഇനി 6,500 ബസ്സുകളും കൂടി ഇല്ലാതാവുമോ എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടെ പക്ഷേ സർക്കാരും നിങ്ങളും തമ്മിലാണ് പ്രത്യക്ഷമായോ പരോക്ഷമായോ പോരാട്ടം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരൂ എന്ന് നിങ്ങൾ സർക്കാരിനോട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി ചെയ്യാമെന്ന് അവരും പറയുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 4 ദിവസം അനുഭവിച്ചതാരാണ്? പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്നവർ എത്രയേറെ കഷ്ടപ്പെട്ടു. ഈ വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പെരുവഴിയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അവർ. അനുഭവിച്ചതവർ. ഇനി നിങ്ങൾക്ക് ബസ് ചാർജ് കൂട്ടുമ്പോൾ അനുഭവിക്കാൻ പോകുന്നതും അവർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വരവുകൾ സർക്കാർ നിയന്ത്രിക്കുകയും ചെലവുകളിൽ സർക്കാരിനൊരു നിയന്ത്രണവും ഇല്ലാതെ വരുമ്പോൾ
ഒരു സ്വകാര്യ ബസ് ഉടമയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം ഈ നാട്ടുകാരിൽ നിന്നും കടം വാങ്ങി ഈ വ്യവസായം കൊണ്ടു നടക്കാൻ കഴിയും? ഇവിടെ കാലാകാലങ്ങളിൽ ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന പ്രവർത്തന ചെലവിന് ആനുപാതികമായി വരുമാനം വർദ്ധിപ്പിക്കുന്നില്ലേ? ഇവിടെ 1-ാം തീയതി മുതൽ കുടിവെള്ളത്തിന് വില വർദ്ധിപ്പിക്കാൻ പോവുക. ഇവിടെ കഴിഞ്ഞ ആഴ്ച പാലിന് വില വർദ്ധിപ്പിച്ചു. ഇവിടെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഓരോരോ മേഖലകളിലും ഉണ്ടാകുന്ന പ്രവർത്തന ചെലവ് ഇപ്പോൾ അവശ്യ മരുന്നുകളുടെ വില 800ഓളം മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ? മരുന്ന് ഏറ്റവും അത്യന്താപേക്ഷിതമായ സാധനമല്ലേ? അപ്പോൾ കാലാകാലങ്ങളിൽ അതാത് മേഖലകളിൽ ഉണ്ടാകുന്ന പ്രവർത്തന ചെലവിന് ആനുപാതികമായി വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ വർദ്ധിക്കുക ജനങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുമായി ഒരു പ്രക്രിയമായി മാത്രമായി ഈ സ്വകാര്യ ബസ് വ്യവസായത്തെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല? ഇത് ഈ ജനങ്ങളുടെ സർക്കാരിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലോടുന്ന ഈ വ്യവസായം നിലനിൽക്കാൻ ഇതിന് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തന ചെലവിന് ആനുപാതിക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായാലും ഇത് എങ്ങനെ മുന്നോട്ട് പോകും? അതാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രതിസന്ധിയിലാണ് ബസ് ഉടമകൾ, സ്വകാര്യ ബസ് വ്യവസായം എന്നൊക്കെ അറിയാം.